ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വന്നത് ഒരു സിമ്പിൾ ജാം റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ജാം. ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ വളരെ അപൂർവം മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കിക്കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യുക. വെറും 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഇതിന് വേണ്ടൂ. കറക്റ്റ് ആ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന ജാമിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിനായിട്ട് വേണ്ടത് നമ്മൾ ജ്യൂസ് അടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന മുന്തിരിയാണ്. കറുത്ത മുന്തിരി, അത് 1/2 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ 1/2 ഗ്ലാസ് എന്ന് പറയുമ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്ത് തിളപ്പിച്ചിട്ട് മുന്തിരി കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാം. ഇതിപ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാവൂ, 1/2 കിലോ മാത്രമല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും സക്സസ് റെസിപ്പിയാണിത്, ഫെയിലാവില്ല, കുട്ടികൾക്ക് ഇഷ്ടമാവാണ്ടും ഇരിക്കില്ല, അത് ഞാൻ പ്രോമിസ് ചെയ്യാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇനി ഏത് ഫ്രൂട്ട്സിൽ വേണമെങ്കിലും ചെയ്യുകയും ചെയ്യാം. സ്ട്രോബെറി, പൈനാപ്പിൾ, അതുപോലെ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ തിളച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയിൽ നല്ലപോലെ തന്നെ ജ്യൂസാക്കി എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, തണുത്തതിന് ശേഷം മാത്രം ജ്യൂസാക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ജ്യൂസാക്കുമ്പോൾ വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ മുന്തിരിയിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളവും അതുപോലെ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്ത 1/2 കപ്പ് വെള്ളമാണ്. ഇതിന് വേറൊരു ബൗളിലേക്ക് അരിച്ചെടുക്കുക. മുഴുവനായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം തന്നെ എടുക്കാം. ഞാനിവിടെ ഒരു ഫ്രൈ പാനാണ് എടുത്തത്. പാത്രം എടുക്കുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതാണ്. അതിന് പറ്റുന്ന ഒരു പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അരിച്ചു വെച്ച ജ്യൂസ് ഞാനിതിലേക്ക് ഒഴിച്ചെടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഇത് കറക്റ്റ് മധുരമാണ്. ഈ 1/2 കിലോ മുന്തിരിയും അതുപോലെ തന്നെ 1/2 ഗ്ലാസ് വെള്ളവും ചേർക്കുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നതിന് 1 കപ്പ് പഞ്ചസാര കറക്റ്റ് അളവാണ്. ഇനി കൂടുതൽ മധുരം ഇഷ്ടമുള്ള ആളാണെന്നെങ്കിൽ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്ത് അത് അതിൽ തന്നെ ഇളക്കുമ്പോൾ തന്നെ അലിഞ്ഞോളും. എനിക്കിത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി കിട്ടിയത് ഒരു 15 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാവുന്നതാണ്. ഏകദേശം ഇത് കുറുകി കിട്ടി അതിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ചായി വന്നാൽ മാത്രം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ആ ഒരു വാട്ടർ കൺസിസ്റ്റൻസിയൊക്കെ അതിൽ നിന്ന് കുറഞ്ഞാൽ മാത്രം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പഞ്ചസാരയൊക്കെ എനിക്ക് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു 15 മിനിറ്റിൻ്റെ ആ ഗ്യാപ്പിൽ പഞ്ചസാരയൊക്കെ മെൽറ്റാവും. അത് നമുക്ക് പ്രത്യേകിച്ച് അത് ഇളക്കി കൊടുത്ത് മെൽറ്റായി കൊടുക്കുകയൊന്നും വേണ്ട. നമുക്കിത് ഇങ്ങനെ ഒരു ലെവലിലായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ജ്യൂസൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് തന്നെ ആക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ടില്ല. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയും വേണ്ട. അത് അടിക്കടി പിടിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഇത് ഓപ്ഷനിലാണ്, 1/2 പീസ് ലെമണിൻ്റെ ജ്യൂസാണ്. ഇത് ചേർത്തിട്ടില്ല എന്ന് വെച്ചിട്ട് നമ്മളെ ജാം പെർഫെക്റ്റ് ആവാണ്ടൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ജാം ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഫ്ലെയിം നിങ്ങൾ ഏത് ഫ്ലെയിമിലാണോ വെച്ചത്, ഹൈയിലാണെങ്കിൽ ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ച് കൊടുക്കുക.
ഇനി ഫ്ലെയിം കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കുറുകി കിട്ടിയില്ലേ. അപ്പോൾ ഇനിയൊന്ന് ഫ്ലെയിം നോക്കി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ജാമിൻ്റെ ലെവൽ ഇതാ ഇങ്ങനെയായി. ആ ഒരു തവിയിൽ നിന്ന് ലൂസായിട്ട് ഇങ്ങനെ ഉറ്റിപ്പോവാത്ത തരത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ടൈമും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലെവലിലെത്തിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇതിൽ തന്നെ വെക്കാൻ പാടില്ല, അതിൻ്റെ ചൂടുകൊണ്ട് പിന്നെയും അത് കുറുകും. ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടാറുമ്പോഴത്തേക്ക് നമുക്ക് ആ കറക്റ്റ് ജാമിൻ്റെ ഇതിന് തന്നെ കിട്ടും. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ജാം ഈ ഒരു ലെവലിലാണ് ആയി കിട്ടേണ്ടത്. ഈ ഒരു കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാം. പക്ഷേ കറക്റ്റ് അളവിൽ തന്നെ കിട്ടണം. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റും പറയണം. ഇനി വേറൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.